നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ആരോഗ്യം തൃപ്തികരമായിരിക്കുകയും ചികിത്സകളെല്ലാം തന്നെ വളരെ കൃത്യമായുള്ള രീതിയിൽ ഫലിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഉത്സാഹത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും തൊഴിൽ മേഖലകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാകും. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ആദ്യത്തെ പകുതി രണ്ടാമത്തെ പകുതിയിൽ തന്നെ തുടങ്ങി വയ്ക്കുകയും ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഒരു പുനഃപ്രകാശനം ചെയ്യുക, പുനരുദ്ധീകരിക്കുക എന്നതിന്റെ വെളിച്ചത്തിൽ ജനുവരി മുതൽ തന്നെ അതിന് തുടക്കം കുറിക്കുവാനും അതിൽ നിന്നും സാമ്പത്തികമായുള്ള നേട്ടം ഉണ്ടാകുവാനും ഇടയുണ്ട്. ചിലരിൽ നിന്നും അസ്വാരസ്യങ്ങളൊക്കെ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന ആ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പലപ്പോഴും പ്രസ്ഥാനത്തിന് പല വിധത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും പ്രസ്ഥാനത്തിന്റെ സ്വഭാവം അനുസരിച്ച് പ്രയത്നിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാനും അതിൽ നിന്നും നേട്ടം കൈവരുവാനും ഇടയുണ്ട് എന്ന് മാത്രമല്ല, കുറെ പേർക്ക് ജോലി കൊടുക്കുക എന്ന സങ്കല്പവും കൂടിയും ഇതിന് യാഥാർത്ഥ്യത്തിന് വഴിയൊരുക്കുവാനും ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ബന്ധപ്പെട്ടവർക്ക് പലർക്കും വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ അത്ര തന്നെ നേട്ടമില്ലാത്തതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നല്ല സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഗുണനിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് വിപണന മേഖല വിപുലീകരിക്കുവാനുള്ള അവസരമുണ്ടാകുന്നത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗമുള്ളത്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിൽ ചേരുവാനിടവരും, ജോലിയോടൊപ്പം പഠിക്കാനും പഠിപ്പിനോടൊപ്പം ജോലി ചെയ്യുവാനുമുള്ള അവസരം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരേപോലെ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ചിത്രവര, ശില്പവിദ്യ, കലാകായിക രംഗങ്ങൾ തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും മത്സര രംഗങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആ മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളെ കണക്കിലെടുത്ത് അവർക്ക് ജോലി നൽകുക, പഠിക്കാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുക, മറ്റു ചിലർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് അതിന് തക്കവണ്ണമുള്ള വ്യക്തികളെ കണ്ടുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് കൃതാർത്ഥതയ്ക്ക് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം അവിചാരിതമായിട്ട് വന്നു ചേരുന്നത് വഴി ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു മേലധികാരി സ്ഥാനം വന്ന് ഭവിക്കുവാനിടയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. മറ്റുള്ളവർക്ക് എന്തു തോന്നും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുതാര്യതയുള്ള സമീപനവും ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തന ശൈലിയും അവലംബിക്കുവാൻ അവസരമുണ്ടാകും. ഒരുപക്ഷെ കൂടുതൽ പ്രയത്നം വേണ്ടിവരും. ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനമായതുകൊണ്ട് തൊഴിൽ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും യാത്രകളും വേണ്ടിവരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ പല പ്രകാരത്തിലും സ്വസ്ഥതക്കേടുകൾ അനുഭവപ്പെടുന്നതിന്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ ഇതിൽ മാറ്റങ്ങൾ വരുത്തിയാലും സമാധാനം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനോ ഗൃഹസമുച്ചയത്തിലെ ഒരു വീട് വാസ്തുശാസ്ത്ര പ്രകാരം ഉള്ള വീട് വാങ്ങിക്കുവാനോ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടക്കം കുറിക്കുമെങ്കിൽ പോലും ജീവിത പങ്കാളിയുടെ നിർദ്ദേശപ്രകാരം ജൂൺ മാസത്തിന് ശേഷം മാത്രം അതിന് പുറപ്പെടുക തന്നെ ആയിരിക്കും നന്നാവുക. നിരവധി ചുമതലകളെ ഏറ്റെടുക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനും അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനും തീരുമാനിക്കുവാനും ഇടയുണ്ട്. ശുഭസൂചകങ്ങളായുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുതിയ കണ്ടെത്തലുകൾക്ക് അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. സേവന സന്നദ്ധതയോടുകൂടിയതായുള്ള പ്രവർത്തന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും.
പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ വന്നു ചേരുവാനും അതിൽ നിന്നും പല വിധത്തിലുള്ള അനുഭവ പാഠങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണത്തിന് തയ്യാറാകുവാനും വ്യക്തമായിട്ട് ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുവാനും ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നത് അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനിടവരും. നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് പുതിയ കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാൻ നിർബന്ധിതനാകും. ദാമ്പത്യ ബന്ധം നിലനിർത്തുവാനായിട്ട് പരിഗണിക്കാനുള്ള അവസരത്തെ പരിഗണനാ സ്വഭാവം, വിട്ടുവീഴ്ച മനോഭാവം എന്നുള്ളതിലുപരി പരിഗണിക്കുക എന്ന ഒരു ആശയം മനസ്സിൽ സങ്കല്പിക്കുന്നവർക്ക് വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കുടുംബത്തിലും തൊഴിൽ മേഖലകളിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വാതനാഡി ഹൃദ്രോഗ പീഡകൾക്ക് ഇനി മുതൽ ചികിത്സകളെല്ലാം വിദഗ്ധമായിട്ട് നടത്തുകയും ജൂൺ മാസം മുതൽ ഇനി യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുന്നതിന്റെ ഭാഗമായിട്ട് ദിനചര്യയിൽ ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരവും പോലും അവരിൽ നിന്ന് പോലും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ ഇടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം കൃത്യമായ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അബദ്ധങ്ങളെ ഒരു പരിധിവരെ അതിജീവിക്കുവാനായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും അവലംബിച്ചുകൊണ്ടും പുതിയ ആശയങ്ങൾ, രൂപരേഖകൾ തയ്യാറാക്കുവാനും ഇടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഉപരിപഠനത്തിനോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരം, അത് താൽക്കാലികമായിട്ടുള്ള ജോലികളാണെങ്കിൽ പോലും അത് കൃത്യമായുള്ള രീതിയിൽ ചെയ്തു തീർക്കുന്നതിന്റെ വെളിച്ചത്തിൽ അതിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് 2027 2028 ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും പ്രവൃത്തി പരിചയം നേടുക എന്ന സങ്കല്പത്തോടുകൂടി വന്നു ചേരുന്ന തൊഴിലവസരങ്ങളെ സ്വീകരിക്കുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ഭൗതികമായിട്ടുള്ള ചിന്താഗതികളെല്ലാം ഒഴിവാക്കി ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയും ആധ്യാത്മിക ചിന്തകളോടുകൂടി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാ വിധത്തിലും മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഉപകാര സ്മരണ നിലനിർത്തുവാനായിട്ട് അവസരങ്ങൾ വന്നു ചേരും. ഭരണപാടവം അനുഭവജ്ഞാനമുള്ളവരെയും ഭരണപാടവത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തകരെയും പ്രസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. തൃപ്തിയായിട്ടുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് അതാത് മേഖലകളെ പറ്റി പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ എല്ലാം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളും ജോലിയോടൊപ്പം കൊണ്ടു നടക്കുവാനും അതിന്റെ ഒരു മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സഹായ മനസ്ഥിതിയും പലരിൽ നിന്നും സമാന ചിന്താഗതിയിലുള്ളവരിൽ നിന്നും വന്നു ചേരുവാനും കൃഷി രീതികൾ വേണ്ട വിധത്തിൽ അവലംബിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അനുഭവയോഗ്യമല്ലാത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രസ്ഥാനം രൂപീകരിക്കുവാനായിട്ട് അധിക ചെലവ് അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് പ്രസ്ഥാനം മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്ത് ഉൽപ്പന്നങ്ങൾ മറ്റ് നല്ല സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. മറവി സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും പ്രാവർത്തികമാക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും ഈ മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2026 യോഗം കാണുന്നുണ്ട്.